നമുക്കൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കാണാം. അതിനായിട്ട് ഇത് 2 മുട്ട, ഒരു സവാള, കുറച്ച് പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതിന് നേരം നമുക്കിത് കുറച്ച് വെളുത്തുള്ളിയും ഉപ്പും നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ചതച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ചതച്ചെടുക്കണം. ഇതുപോലെ ആയി വരും. അന്നേരം നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ ഒരു പാൻ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ആ സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഒരു പിങ്കിഷ് കളറായി വരണം കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാര്യം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മസാലയിൽ ഉപ്പുണ്ട്, അതനുസരിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വഴറ്റി നന്നായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മുടെ മുട്ട ഉടയ്ക്കാണ്ട് തന്നെ മുഴുവനെ അങ്ങോട്ട് ഇട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, അതങ്ങോട്ട് എടുത്തിട്ടിട്ട് നല്ലപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടണം. എന്നിട്ട് ഈ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അടിപൊളി കാഹീന റെസിപ്പി റെഡിയായി. ഇതൊരു ഹൈദരാബാദി റെസിപ്പിയാണ്. ഇന്ത്യൻ ആക്ട്രസ് അതിഥി റാവുവിൻ്റെ ഒരു ഹൈദരാബാദി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും ഈ കാഹീനയുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാറാണ്, ഈ മസാല ഉണ്ടാക്കിയിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാറാണ് പതിവ്. പക്ഷെ പുള്ളിക്കാരി ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് പുള്ളിക്കാരി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. റെസിപ്പിക്ക് ഭയങ്കര ഹൈപ്പായിരുന്നു കേട്ടോ. ഹൈപ്പ് പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. ചില സമയം വിചാരിക്കില്ല വൈകിട്ട് എന്തുണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതൊന്ന് ആ ലിസ്റ്റ് കയറ്റിക്കോ കേട്ടോ. നെയ് കൊണ്ടുവന്ന് കഴിക്കുന്ന കേട്ടോ നല്ലത്. അതായത് ആ പാനിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവച്ചിട്ട് ആ പാനിൽ തന്നെ ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇത് അറിയാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും റെസിപ്പിയൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ, ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ റെസിപ്പി അവർ പൊളിച്ചെടുക്കും. ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാഖീന. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വേറൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.